രണ്ട് ടൈപ്പിലുള്ള മൂവ്മെന്റ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ഡ്രിഫ്റ്റും പിന്നെ ഡിഫ്യൂഷന്റെ കേസുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്ന്, അതിന്റെ പിന്നിലൊരു കൺസെപ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്താണ് അവിടെ നടക്കുന്നത്? അതായത് ട്രാൻസ്പോർട്ട് ഇൻ സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് വിധത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു നമ്മൾ ഡിഫ്യൂഷൻ ആണ്, വേറെ ഒന്ന് പറഞ്ഞു ഡ്രിഫ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡ്രിഫ്റ്റിനെ നമ്മൾ അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ബേസിസിലാണ് മൂവ്മെന്റ് നടക്കുന്നത് വെച്ചാൽ അതിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിയന്റിന്റെ ബേസിസിലാണെന്ന് പറഞ്ഞു. അതായത് ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റിനെയാണ് നമ്മളത് പറഞ്ഞത്. അല്ലെ? ക്ലിയർ അല്ലേ? ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന്റെ നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഞാനൊരു 2 പോയിന്റ് എടുത്തേക്കണം. ഒരു 2 പോയിന്റ് എടുക്കണം. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, 2 പോയിന്റ് എടുത്തു. ഈ 2 പോയിന്റ് എടുത്തപ്പോ ഈ 2 പോയിന്റിലുള്ള കാരിയർ കോൺസെൻട്രേഷൻ, അതാണ് ഈ ഒരു പോയിന്റിലത്തെ കാരിയർ കോൺസെൻട്രേഷൻ N1ഉം ഈ ഒരു പോയിന്റിലത്തെ കാരിയർ കോൺസെൻട്രേഷൻ എന്താണ്? N2 ആയിട്ട് എടുത്തു. അപ്പോൾ N1 ആൻഡ് N2 എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിയർ കോൺസെൻട്രേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. N1 ആൻഡ് N2 എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിയർ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോ കൺസിഡർ ചെയ്യാണ് ഇഫ് N1 ഈസ് ഈക്വൽ ടു N2, അതായത് ഫസ്റ്റ് പൊസിഷനത്തെ അതായത് ഇതാണ് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിലുള്ള കാരിയർ കോൺസെൻട്രേഷനും സെക്കൻഡ് പൊസിഷനിലുള്ള കാരിയർ കോൺസെൻട്രേഷനും എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? അപ്പോ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടന്നേക്കുന്നത്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ? ഇവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കും. ഇതിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ N1 ഫസ്റ്റ് പൊസിഷന്റെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ നേരെ തിരിച്ചായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടി, അവിടെ ഫോഴ്സ് കൂടി. അപ്പോ അവിടെ ഒരു ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ ആ മൂവ്മെന്റ് ഏതൊരു ഡയറക്ഷനിലേക്കായിരിക്കും? പുറത്തോട്ട്, ഫോഴ്സിന്റെ ആ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇവിടെ 2 പോയിന്റ് എടുത്തു ഞാൻ. N1 എന്ന് പറഞ്ഞ പോയിന്റും N2 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. N1 ഈസ് ഈക്വൽ ടു N2 എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ എന്താണ്? അതിന് നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയാം. ഇനി ഒരു കണ്ടീഷൻ, സപ്പോസ് ഇവിടെ എന്ത് നടക്കുന്ന വെച്ചാല് N1 ഈസ് ഗ്രേറ്റർ ദാൻ N2 ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് പൊസിഷൻ അവിടെയുള്ള കാരിയർ കോൺസെൻട്രേഷൻ ആണ് N1 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലുള്ള കോൺസെൻട്രേഷനെക്കാളും കൂടുതലാണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എളുപ്പത്തിന് ഞാൻ പറയുന്നത് N1 എന്ന് പറഞ്ഞ അവിടുത്തെ വാല്യൂ 100 ആണെന്ന് വിചാരിക്കുക. N2 എന്ന് പറഞ്ഞ അവിടുത്തെ വാല്യൂ 50 ആണെന്ന് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇവിടെ പറയുന്നത് വെച്ചാല് ഇവിടുത്തെ ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ E1 N1 100ഉം N2 50 ആണെങ്കിൽ ഇവിടെ E1 ഗ്രേറ്റർ ദാൻ E2 ആയിരിക്കും. N1 ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ അവിടെ E1 ഗ്രേറ്റർ ദാൻ E2 ആയിരിക്കും. അപ്പോ ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E എന്ന് പറയുന്നത് എന്തായിരിക്കും? E1 മൈനസ് E2 ആയിരിക്കും. മാത്രല്ല ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ E1 അല്ല കൂടുതൽ, അപ്പൊ അതിന്റെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലെ? N1ന്റെ സൈഡിലേക്ക് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി ഇവിടെ എന്താ നടക്കാന്ന് വെച്ചാൽ, അപ്പൊ ഇവിടെ അതിനനുസരിച്ച് തന്നെ ഫോഴ്സ് ഉണ്ട് അല്ലെ?
ഫോഴ്സും വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഫോഴ്സ് എഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് മൈനസ് ഇ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്കതിനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, പക്ഷെ ഇതൊന്നും കൺസിഡർ ചെയ്യണ്ട. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞത് കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ എന്താ പറഞ്ഞ ഫോഴ്സ് ഉണ്ടാവും പറഞ്ഞു. അപ്പൊ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ച്, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ഏതാണ്? ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഉണ്ടാവാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകും? നമ്മുടെ ഈ ഫസ്റ്റ് പൊസിഷനിലുള്ള പാർട്ടിക്കിൾസ് ഇല്ലേ, ഈ ഫസ്റ്റ് പൊസിഷനിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് N1 നിന്ന് N2ക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത് ഏത് കണ്ടീഷൻ വരെയാണ്? ഫൈനലി ഈ N1 ഈക്വൽ ടു N2 എന്നുള്ള ഒരു കണ്ടീഷൻ. അതായത് N1ന്റെ വാല്യൂ എത്രയാവണം? 25 75 ആവണം. N2ന്റെ വാല്യൂ എന്താവണം? 75 ആവണം. അതുവരെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? നമ്മുടെ N1 നിന്ന് N2ക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്താവും? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആവണം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആവണ വരെ ഇങ്ങനെ മൂവ്മെന്റ് നടക്കും. ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആവാൻ വേണ്ടി ഈ മൂവ്മെന്റ് നടന്നില്ലേ, അതായത് ഗ്രേഡിയന്റ് അനുസരിച്ചിട്ടാണ്. കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളിടത്ത് നിന്ന് കുറവ് കോൺസെൻട്രേഷനുകൾക്ക് ഈ മൂവ്മെന്റ് നടന്ന് രണ്ടും തമ്മിൽ ഈക്വൽ ആവുന്ന ഈ ഒരു മൈഗ്രേഷൻ, ഈ ഒരു പ്രോസസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്തിട. 2 പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ഒരു പോയിന്റിൽ കൂടുതൽ കോൺസെൻട്രേഷനും വേറൊരു പോയിന്റിൽ കുറവ് കോൺസെൻട്രേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലും, കുറവ് കോൺസെൻട്രേഷൻ ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അങ്ങനെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അവസാനം കാരിയർ കോൺസെൻട്രേഷൻ രണ്ട് സൈഡിലും സെയിം ആവണം. അതായത് N1 ഈസ് ഈക്വൽ ടു N2 എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്ന വരെ ഫ്ലോ നടക്കും. അവസാനം ഈക്വൽ ആവുമ്പോൾ അവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നടന്നു അവിടെ എത്തുമ്പോൾ നിൽക്കും. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടാ? അടുത്ത നമുക്ക് നോക്കാം. ഇനി ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ 2 പോയിന്റ് എടുത്തു. ഓക്കെ, 2 പോയിന്റ് നമ്മളിവിടെ എടുത്തു. ഇതൊരു പോയിന്റ്, ഇത് അടുത്ത പോയിന്റ്, ഇത് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ്. ഇവിടുത്തെ കോൺസെൻട്രേഷൻ N1ഉം ഇവിടുത്തെ കോൺസെൻട്രേഷൻ N2ഉം ആണ്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ എന്താ കണ്ടീഷൻ എടുക്കണമെന്ന് വെച്ചാല്, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനിയിപ്പോ ഇവിടുത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാല് N2 ഈസ് ഗ്രേറ്റർ ദാൻ N1 ആണെന്ന് വിചാരിക്കാം. N2 ഈസ് ഗ്രേറ്റർ ദാൻ N1 ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണമാണല്ലോ അവിടെ ഡിഫ്യൂഷൻ നടന്നത്. ആ ഡിഫ്യൂഷൻ തന്ന ഇലക്ട്രിക് ഫീൽഡിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് N2 ഗ്രേറ്റർ ദാൻ N1 എന്ന് പറഞ്ഞു വെച്ചാല് ഡിഫ്യൂഷൻ ബൈ N2 നിന്ന് N1ലേക്കാണ് നമ്മുടെ ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. നമ്മളിവിടെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഈ ഹൈ നേരത്തെ പറഞ്ഞ പ്രോസസ് തന്നെ, അതായത് ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഹൈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് N1ൽ നിന്നുള്ള ഇലക്ട്രോൺസ് എവിടേക്ക് പോകും? N2ലേക്ക് പോകും. N1ൽ നിന്നുള്ള ഇലക്ട്രോൺസ് എവിടേക്ക് പോകും? N2ക്ക് പോകും. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? ലോവർ കോൺസെൻട്രേഷനിലുള്ള പൊസിഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനുള്ള പൊസിഷനിലേക്കാണ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. എങ്ങനെയാണ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് ഇവിടെ ഇലക്ട്രോണിന്റെ ഫ്ലോ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഹയർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസോട് കൂടി ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് എന്തുപോയി? ഇലക്ട്രോണിന്റെ ഫ്ലോ നടന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്.
മനസ്സിലായില്ലേ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് എന്ന് പറയണത്. ഇനിയിപ്പോ നമ്മൾ ഡിഫ്യൂഷന്റെ കേസ് എടുത്തു. നേരത്തെ ഡിഫ്യൂഷന്റെ കേസ് എടുത്തപ്പോ നമുക്ക് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എടുക്കാം. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് dn ഡിവൈഡഡ് ബൈ dx എന്ന് പറയുന്നത് ഡെൽറ്റ n ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ ഏതായിരുന്നു? n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, ഇവിടുത്തെ കേസിൽ എന്താണ്? നമ്മുടെ n2 മൈനസ് n1 എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആവുന്നതിന് മുമ്പ് എങ്ങനെയാണ്? നമ്മുടെ n2ന്റെ വാല്യൂ n1നെക്കാളും കുറവാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഡിഫ്യൂഷന്റെ കേസിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞ കേസ് ഡ്രിഫ്റ്റിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞ? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ dn ബൈ dx കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ ഡെൽറ്റ n ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇവിടെ എന്താണ്? n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇവിടെ എന്താണ്? ഓൾറെഡി n2 ആണ് ഹയർ, n1ന്റെ വാല്യൂ എന്താണ്? കുറവാണ്. അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ? ഇതൊരു വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പറയാണ് n1 ഈക്വൽ ടു n2 ഓൾറെഡി യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പോലെ തന്നെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തു. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നത്, ഇപ്പൊ രണ്ട് പോയിന്റ് എടുത്തു, ഞാൻ മാറ്റി കൊടുത്തു 1 2 n1 n2 n1 ഈക്വൽ ടു n2 എന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇപ്പൊ ഇവിടേക്ക് കൊടുത്തതിലേക്ക് നേരെ തിരിച്ചു കൊടുത്തു. അപ്പൊ എന്താവും? ഇവിടെയുള്ള ഇലക്ട്രോൺസ് നേരെ തിരിച്ച് n1ക്ക് വരും. ഇവിടെയും എന്താണ് ഉണ്ടായേ? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് നടന്നു, ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷൻ നടന്നു. ഇതിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഇതിനെയും നമുക്ക് ഡ്രിഫ്റ്റ് എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞതും എന്താണ്? ഡ്രിഫ്റ്റ് ആണ്. അപ്പോ ഇവിടെ നമ്മൾ പറയുന്ന വെച്ചാല് നമ്മുടെ കോൺസെൻട്രേഷൻ dn ബൈ dx ഓർ dp ബൈ ds എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ, നെഗറ്റീവ് നമ്മൾ പറഞ്ഞില്ലേ, ഡിഫ്യൂഷൻ എന്നും അല്ല dn ബൈ dx ഓർ dp ബൈ ds ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നമുക്ക് ഡ്രിഫ്റ്റ് എന്നും പറയാം. ഇതാണ് മൂന്ന് കണ്ടീഷൻ. അതായത് n1 n2 അതിൽ നമ്മൾ ആ ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യണില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ പോകുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു. ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കേസ് വന്നു. n1 ലെസ് ദാൻ n2 എന്നുള്ള ഒരു കേസിൽ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ചിട്ട് മൂവ്മെന്റ്, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ n1 ഈസ് ഈക്വൽ ടു n2 എന്ന് പറഞ്ഞ കേസിലും നമ്മുടെ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ചിട്ട് അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇലക്ട്രോണിന്റെ ഫ്ലോ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫ്യൂഷൻ എന്താണ്, ഡ്രിഫ്റ്റ് എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ വലിയ കാര്യമായിട്ട് വലിച്ചു നീട്ടി തിയറിയും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടാ? ഐശ്വര്യ, സജന, സംഗീത, ക്ലിയർ അല്ലേ? എട്ടേക്കാലായില്ലേ? ഞാൻ പ്രിൻസിപ്പൽ സാറിന്റെ അടുത്ത് 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് തീർക്കുമെന്ന് പറഞ്ഞിട്ട് വന്നതാ. ഞാനൊരു ചെറിയൊരു പ്രോബ്ലം ഇട്ട് തരട്ടെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ചെയ്തിട്ട് ഉത്തരം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി.
എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മറ്റേ ഗ്രൂപ്പിൽ പറയണമെങ്കിൽ പറയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം ഇടാണ്, അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ചെയ്യാൻ നോക്ക്. ഓക്കെ, ജസ്റ്റ് ചോദ്യം ഇതാണ്. assume single carrier conduction. Find current flow through the semiconductor sample when mu1 is equal to 1250 centimeter square volt second. അതിലൊരു ഫിഗറും തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളൊരു ഫിഗർ. ഇതില് ഇത് 1 വോൾട്ട് ആണ്. ണ്ട് ഞാനൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്. ഈ ചോദ്യം നിങ്ങളൊന്ന് നോക്കാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ പ്രോബ്ലംസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ചോദ്യം കാണുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പകച്ചു പോകും. ഈ സാധനമൊക്കെ ഒരു ലോഡ് സാധനങ്ങൾ അങ്ങോട്ട് തന്നിട്ടുണ്ട്, ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആ ഒരു കൺഫ്യൂഷനാണ് ആദ്യമേ ഉണ്ടാവുക. പക്ഷെ സാധനം വായിച്ചു നോക്കിയാൽ വളരെ എളുപ്പമാണ്. ഈ സാധനം ഞാനിപ്പോ പറയാം. നമ്മളിവിടെ ഇപ്പൊ എന്താണ് പറഞ്ഞേക്കണത്? കറണ്ട് ഫ്ലോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണത്. കറണ്ട് ഐ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എൻ ഇൻറ്റു ഇ ഇൻറ്റു എ ഇൻറ്റു വി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എൻ നമ്മുടെ കാരിയർ കോൺസെൻട്രേഷൻ ആണ്. അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അതിന്റെ വാല്യൂ നമുക്ക് അറിയാം. പ്ലസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. അത് തന്നിട്ടുണ്ട്. നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ ചോദ്യത്തിൽ എന്താ തന്നേക്കണത്? മൊബിലിറ്റി ആണ് തന്നേക്കണത്. മൊബിലിറ്റിയും പിന്നെ എന്താണ് തന്നേക്കണത്? ഇലക്ട്രിക് ഫീൽഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അതിന് കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ തന്നിട്ടില്ലേ? എന്തായിരുന്നു നമ്മുടെ വി ഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ചോദ്യം എടുത്തെന്ന് വെച്ചാല് നമ്മുടെ ഇക്വേഷൻ നേരിട്ട് ഇക്വേഷൻ ഞാൻ എഴുതുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതിനല്ല ഒരു രസമുള്ളത്. നിങ്ങൾ ഇത്ര നേരം പഠിക്കും. നമ്മുടെ ഇക്വേഷൻ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വി ഡിക്ക് നമ്മൾ മൊബിലിറ്റിയും ഇലക്ട്രിക് ഫീൽഡിനെ പറഞ്ഞുള്ള ഇക്വേഷൻ ഉണ്ട്. ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതൊക്കെ മൊത്തം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇപ്പോ നമുക്ക് നിർത്താം. കുറച്ചധികം ടൈം ആയില്ലേ, നമുക്ക് നിർത്താം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറയണം. മീൻസ് ഇത് കുറെ കൺസെപ്റ്റുകളാണ്. നമ്മുടെ കുറെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ, നമ്മളവിടെ വെറുതെ ഒരു ഇക്വേഷൻ അങ്ങനെ പറഞ്ഞു പോയെന്ന് വെച്ചിട്ട് നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ കൺസെപ്റ്റും നമ്മൾ ക്ലിയർ ആയി പോകുന്നത്.
ഡിവൈസസിലേക്ക് കടന്നിട്ടില്ലേ, കടക്കാൻ പോകുന്നുള്ളൂ നമ്മള്. അപ്പോ ഇന്നത്തെ ക്ലാസ് എങ്ങനെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ പറയണേ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നേരെ ഗ്രൂപ്പിൽ കിട്ടാൻ മതി, നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്യും, പ്രോബ്ലം എഴുതിയെടുത്തെന്ന് വിശ്വസിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇന്നത്തെ നിർത്തട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ സംഗീത, സജന. ലാസ്റ്റ് ടൈമിൽ 6 പേരുള്ളൂ, ബാക്കി എല്ലാവരും പോയി. അതിന്റെ ഇടയിൽ മഞ്ജുശ്രീ, ഐശ്വര്യ, സംഗീത, സജന, എല്ലാവരും. അപ്പൊ എല്ലാവരും നോക്കി പഠിക്കുക, നന്നായി പഠിക്ക്. എന്തെങ്കിലും സംഭവങ്ങൾ സൈന ഓക്കേടാ, എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. അടുത്ത ആഴ്ച അടുത്ത ക്ലാസ് വരുന്നുണ്ട്, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾക്ക് കടക്കാം. ഇത് ബേസിക് ആണ്, ഇത് മനസ്സിലായെന്ന് വിചാരിച്ചിട്ട് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കട്ടെ. ഇത് ജസ്റ്റ് ബേസിക് മാത്രമാണ്, നമ്മൾ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കടക്കാനേ പോകുന്നുള്ളൂ. ഓക്കെ ഓക്കെ എന്ന് വെച്ചാൽ ഓക്കെ ധന്യശ്രീ. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച കാണാം.